ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറിയാണ്. ആദ്യം തന്നെ നമ്മൾ പനീർ ബട്ടറിലൊക്കെ ഇട്ട് നല്ല ഓണം പൊരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും പെരുംജീരകവും അതൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെയെന്ന് പറയുന്നത് നമ്മൾ തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്യൂനട്ട് ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം വരട്ടിയെടുക്കണം. ഒരു സവാളയുടെ ഒക്കെ ഒരു കളറുണ്ടല്ലോ, ഒന്ന് മാറിക്കിടണം. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ പനീർ കറി ഇന്ന് സെറ്റാക്കും. അപ്പം നല്ലതുപോലെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നല്ലോണം ഒന്ന് ചിക്കിയല്ല നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ നല്ലതുപോലെ അത് വരണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലതുപോലെ അതിൻ്റെ ആ സവാളയുടെ ഒക്കെ ഒരു കളർ മാറുന്നവരെ നമ്മൾ നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി പട്ടയും പൂവും ഇച്ചിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തിട്ട് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. അതൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ കറക്റ്റ് ആവണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ മിക്സ് ഒക്കെ അരച്ച് വെച്ചില്ലേ, ആ മിക്സും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ വക പൊടികളെല്ലാം ഇട്ട് അപ്പോൾ നമ്മൾ നല്ലതുപോലെ നമ്മൾ എടുത്ത് വെച്ച മസാല എല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ചിലവർ ഈ വേവിച്ച മുഴുവൻ, നമ്മൾ അല്ലാതെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ച പനീർ ഇട്ട്